ഇന്ന് ബ്രിട്ടനിൽ വളരെ അധികം നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. അവിടെ നമ്മുടെ നാട്ടിലെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ പരിപാടീനെ അവിടെ ഗ്രൂമിങ് ഗ്യാങ്, അതായത് ചെറുപ്പക്കാരികളായ 14, 15, 16 വയസ്സായ പെൺകുട്ടികളെ ചതിച്ചും വഞ്ചിച്ചും അവരുടെ മതപരമായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് ദുരുപയോഗം ചെയ്ത് അവരെ അടിമകളാക്കുന്ന സെക്സ് സ്ലേവ്സ് ഒക്കെ ആക്കുന്ന ഒരു രീതിനെയാണ് ഗ്രൂമിങ് ഗ്യാങ് എന്ന് ബ്രിട്ടനിൽ പറയുക. അങ്ങനെയുള്ള ഒരു ഗ്യാങ് ലീഡറിൻ്റെ പേരാണ്, പാകിസ്ഥാൻ ഒറിജിൻസ് ആണ് ഇവരെല്ലാവരും. 7 ആൾക്കാർക്കാണ് ഇന്ന് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. റിംഗ് ലീഡറിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിന് 120 വർഷവും താഴെയുള്ള ബാക്കിയുള്ളവർക്ക് 12-നും 39 വർഷത്തോളമാണ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു 97 തൊട്ട് 2014 കാലഘട്ടം വരെയൊക്കെ ഒരു 1500 1400 പെൺകുട്ടികളെ ഇതുപോലെ ദുരുപയോഗം ചെയ്ത് ചതിച്ചു വഞ്ചിച്ചു എന്നും ഉള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടി എന്നോണാണ് കോടതി ഇന്ന് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ആയിരക്കണക്കിന് പെൺകുട്ടികളെ ചതിച്ച സംഭവമാണ്. ഇത് നേരെ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ 2014-ലും 2000-ൻ്റെ തുടക്കത്തിലും 2010-കളുടെ തുടക്കത്തിലൊക്കെ ഈ വിവാദം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ, ഈ ഗ്രൂമിങ് ഗ്യാങ് വിവാദം അന്ന് പുറത്തു വന്നിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഒരു വിഭാഗം ചെയ്യുമ്പോൾ അത് പുറത്തു വരിക സ്വാഭാവികമാണ്. അന്ന് ഡേവിഡ് കാമറൂണ്, തെരേസ മെയ്, പിന്നെ എന്താണ് ഗോർഡോൺ ബ്രൗണ് ഉള്ള ഇവരൊക്കെ ഈ അവരത് ഒളിപ്പിച്ചു വെച്ചു. പുട്ടിൻ ദ റഗ് എന്ന് പറയും, കാർപ്പറ്റിൻ്റെ അണ്ടറിൽ ഒളിപ്പിച്ച് വയ്ക്കാന്ന് പറയും. അവരിപ്പോൾ കാരണം പാകിസ്ഥാനായിട്ട് വളരെ അടുത്ത് ഇതായിട്ടുള്ള ഒരു ഇതിൽ പെടുകയും ചെയ്യും. ആ ഒരു വിവാദത്തിലേക്ക് ഇറങ്ങണ്ട. പിന്നെ ഇത് അവരുടെ ഭരണകാലത്ത് ആ ഒരു വിവാദം വേണ്ട എന്നുള്ളതുകൊണ്ട് അവരത് നിന്ന് കണ്ണടച്ചു. രാഷ്ട്രീയക്കാരുടെ ഇതാണ്, കണ്ണടച്ചു. അവരൊക്കെ ഞാനിനി നേരെ വരുന്നത് നമ്മുടെ കേരളത്തിലേക്ക്. ഈ ലവ് ജിഹാദ് എന്ന സംഭവം നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ വന്നപ്പോൾ ചാലക്കുടി MP ബെന്നി ബെഹനാനൊക്കെ പറഞ്ഞു, ഹേയ് ലവ് ജിഹാദ്. ശരിയാണ്, ലവ് ജിഹാദ് എന്ന് പേരിട്ട ഒരു കമ്പൈൻഡ് ഗ്രൂപ്പ് പെണ്ണുങ്ങളെ ചതിക്കാൻ നടക്കുന്നില്ല. പക്ഷേ ഇത് SDPI PFI പോലെയുള്ള സംഘങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഇതാണെന്ന് പല സെൻകുമാർ പോലെയുള്ള DGPമാരും എല്ലാവരും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംഘടിതമായിട്ട് ഇങ്ങനെയുള്ള ഇത് നടക്കുന്നു, അത് പുറമേക്ക് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്നാൽ പെണ്ണുങ്ങൾ പുറത്തു വന്ന് പറയട്ടെ, നമുക്ക് അന്തസ്സുള്ളവരാണ്. ഈ സ്ത്രീകൾ ഒരിക്കൽ ചതിക്കപ്പെട്ട് പ്രണയമാണെന്നും പറഞ്ഞ് വഞ്ചിക്കപ്പെട്ടതിന് ശേഷം ഈ പെൺകുട്ടികൾ പുറത്തു വന്ന് പറയട്ടെ എന്നാണ്. അത് ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ സംസ്കാരം അനുസരിച്ച് ചെയ്യില്ല എന്നുള്ള ധൈര്യമാണ് ഈ കള്ള സുഡാപ്പികളുടെ കയ്യിൽ ഉള്ള ധൈര്യം എന്ന് പറയുന്നത്. അതിനുള്ളൊരു മറുപടി ഈ ഡേവിഡ് കാമറൂണും ഗോർഡോൺ ബ്രൗണും ഈ വക ടീമുകളൊക്കെ ഒളിപ്പിച്ചു വെച്ച അതേ സംഭവം നമ്മുടെ രാഷ്ട്രീയക്കാർ ലവ് ജിഹാദിനെ പറ്റി നാട്ടിൽ അവർ അലക്കി വെളുപ്പിക്കാനും. നമുക്കറിയാം, കേരള സ്റ്റോറി എന്നൊരു പടം വന്നപ്പോൾ അതൊരു സിനിമയാണ്. ഒരാൾ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കി അതിനെ ക്യാമറയിലാക്കി എഡിറ്റ് ചെയ്ത് വന്നതാണ്. അതിൽ പറഞ്ഞ സംഖ്യ എത്രയാണ്, 30,000 40,000 പെൺകുട്ടികൾ എന്ന് പറഞ്ഞ സംഖ്യ തെറ്റിപ്പോയി. അവരന്ന് ആഘോഷിച്ചത് 40,000 ഒന്നുമില്ല, 35,000 ഉള്ളൂ, പറ്റിച്ചേ, കണ്ടില്ലേ, നുണയല്ലേ എന്നാ പറഞ്ഞിരുന്നത്. ആ എണ്ണത്തിലുള്ള വ്യത്യാസം വളരെ സംഘടിതമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇത് നടന്നു എന്നുള്ളതും ഒട്ടനവധി കേസുകളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ആ സിനിമയിൽ പറഞ്ഞ സംഖ്യ സിനിമയായിരുന്നു, യാഥാർത്ഥ്യം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയക്കാരും പൊതുജനവും. ഇന്ന് അതായത് പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകളോടും നിങ്ങൾ വ്യക്തമായിട്ട് പറയണം. ഒരു മൗദൂദി ചാനലിൽ ഇരുന്ന് പറയണ്ടായിരുന്നു, അയ്യോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പെൺകുട്ടികളോട് ഇന്ന വിഭാഗക്കാരെ സൂക്ഷിക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് ഒരു കുടുംബത്ത് പെൺകുട്ടികളുണ്ടെങ്കിൽ 14, 15 വയസ്സായ പെൺകുട്ടികളുണ്ട്, അവരുടെ കാരണവന്മാരും ബന്ധുക്കളും അത്രം ജാഗരൂകരല്ലെങ്കിൽ നാട്ടുകാരെ ഇടപെടണം. ഇവിടെ ഒരു ചൊല്ലുണ്ട്, കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് മാതാപിതാക്കളാണ്, എന്നാൽ അവരെ വളർത്തേണ്ട ഉത്തരവാദിത്വം ആ ഗ്രാമത്തിനും ആ നഗരത്തിനും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അഥവാ മാതാപിതാക്കളും ബന്ധുക്കളും ജാഗരൂകരല്ലെങ്കിൽ നിങ്ങൾ പറയണം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളോട് സൂക്ഷിക്കണമെന്ന് വ്യക്തമായിട്ട്. ഇപ്പൊ കാസ പോലെയുള്ള ഇതുകളൊക്കെ കെവിൻ പീറ്ററിന് വ്യക്തിപരമായ അനുഭവം ഉള്ളതുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിപരമായ അനുഭവം ഉള്ളതുകൊണ്ടാണ് കെവിൻ പീറ്റർ കാസ തുടങ്ങിയത്. അത് കുറെ കള്ളപ്പാതിരിമരെ ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമല്ല ഈ തേയിലക്കാരനൊക്കെ വെളുപ്പിക്കാൻ നടക്കണ ഇത്. അതായത് ഇവനൊക്കെ ഉണ്ടല്ലോ, ബെന്നി ബെഹനാനൊക്കെ അവിടെ സാദിഖ് പോയി തിരുമ്പി കൊടുത്താൽ ഇവിടെ ജയിക്കുന്നുള്ള വിചാരം. ചാലക്കുടി ആ മണ്ഡലമല്ല, ഈ ഇലക്ഷൻ നിങ്ങൾ കാണും. അതുപോലെ തന്നെ പത്തനംതിട്ട MP ആന്റണിയൊക്കെ ഇവരൊക്കെ, പിന്നെ ഈരാറ്റുപേട്ടയിലെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ MLA ഒക്കെ സൂക്ഷിച്ചോ. നിങ്ങൾ സുഖിപ്പിച്ച് നടന്നിട്ട് ഇവിടെ സറണ്ടർ ആവാൻ പോണില്ല, ഇവിടെ നിന്ന് ലവ് ജിഹാദ് ഓടിക്കാനും പോണില്ല,
ശക്തമായിട്ട് തന്നെ വോട്ടിങ്ങിൽ കൂടെ തന്നെ മറുപടി പറയും. ജനാധിപത്യം ഇപ്പൊ ജനാധിപത്യമാണ്. ഇതുവരെ സുഡാപ്പി ഭരണം വന്നിട്ടില്ല. ഇവിടെ ഇതേവരെ ജിഹാദി ഭരണം വന്നിട്ടില്ല. ഇപ്പൊ അവർ ശാന്തമായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. 25% ഉള്ളൂ. 75% വോട്ടിങ്ങും കൂടെ കാണിച്ചു തരും. UK നടന്ന പോലെ കാത്തിരിക്കരുത് നിങ്ങൾ. ഞാൻ ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും വീണ്ടും പറയാം, UK 10-25 വർഷം ഇത്രമേലുള്ള രാജ്യം ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് അത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ശക്തമായിട്ട് യൂറോപ്പ് അടക്കം യൂറോപ്പ് അടക്കം ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ല. ഈ കള്ള കോൺഗ്രസ്, ഇടത് കോൺഗ്രസ് എന്നും പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ അണ്ടറിൽ നടക്കുന്ന കോൺഗ്രസും വഖഫും ജസിയും തൂവൂര് കിണറൊന്നും ഇനി അനുവദിക്കാൻ പാടില്ല. ഒരു ടിപ്പു സുൽത്താൻ ഇവിടെ വാഴാൻ സമ്മതിക്കരുത്. നിങ്ങൾക്ക് ഇന്ന് വോട്ട് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പൊ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണ്. ബ്രിട്ടനിലെ ഗ്രൂമിങ് ഗാങ് പോലെ അതൊരു മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. അന്യമതത്തിലെ സ്ത്രീകളെ അടിമകളായിട്ട്, ലൈംഗിക അടിമകളായിട്ട് ചേർക്കാം. അവർ സ്നേഹമോടെ വന്നിട്ട് അവർ മാന്യമായിട്ട് ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ ആ ഒരു അടിത്തറയുണ്ട്. ഇത് ഒറ്റപ്പെട്ട കേസുകളല്ല, വ്യക്തികൾ ചെയ്യുന്നത് പോട്ടെ. ഇപ്പോൾ ഒരു ആൺകുട്ടി വന്ന് ഒരു പെൺകുട്ടീനെ സ്നേഹിച്ചു, എൻ്റെ മതത്തിലേക്ക് വന്ന നിന്നെ കല്യാണം കഴിക്കാൻ നമുക്ക് സ്നേഹത്തിൽ, അതൊന്നും ഞാൻ അതിന് കുറ്റം പറയുന്നില്ല. സ്വാഭാവികമായിട്ട് നാച്ചുറൽ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇത് സംഘടിതമായിട്ട് പെൺകുട്ടികളെ ട്രാപ്പിലാക്കി, അത് കഴിഞ്ഞൊരു 10, 18, 20 വയസ്സാകുമ്പോഴേക്കും ഇതിന് കൊച്ചങ്ങളായി. അത് കഴിയുമ്പോൾ അവൻ ഉപേക്ഷിച്ച് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 50 വയസ്സായ ആൺകുട്ടി ഒരു ഏതെങ്കിലും ഒരു വേറെ അതേ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒട്ടനവധി കേസുകൾ നാട്ടിൽ നടക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ മിണ്ടില്ല. കാരണം എന്തായാലും ഞാൻ ചതിക്കപ്പെട്ടു, പെട്ടു. നമ്മുടെ സഹോദരിമാരെ നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ സൂക്ഷിച്ച ഹിന്ദുവും ക്രിസ്ത്യാനിയും കേരളത്തിൽ സൂക്ഷിക്കാനുള്ള വാണിംഗ് ആണ് ഇന്ന് ബ്രിട്ടനിൽ, UK, ഇംഗ്ലണ്ടിൽ നടന്നിരിക്കുന്ന വിധി. സംഘടിതമായിട്ട് ആയിരക്കണക്കിന് പെൺകുട്ടികളെ പിടിച്ചിട്ടുണ്ടെന്നുള്ളത് അവർ ഇന്ന് പുറത്തു വരാണ് ഈ വക കാര്യങ്ങൾ. അപ്പോൾ കേരളം സൂക്ഷിച്ചാൽ കേരളത്തിന് നല്ലത്. അവർ പലതും നിങ്ങളെ ഇത് ചെയ്യും. അതിന് മതങ്ങളുണ്ട്, പാർട്ടികളുണ്ട്. ഏതൊക്കെയാണെന്നനുസരിച്ച് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്.